8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ 5th ചാപ്റ്ററായ സൊല്യൂഷൻസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? സൊല്യൂട്ട് എന്താണെന്നും സോൾവെൻ്റ് എന്താണെന്നും സാച്ചുറേഡ് സൊല്യൂഷൻ, സൂപ്പർ സാച്ചുറേഡ് സൊല്യൂഷൻ ആയിരുന്നു ലാസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കതിൻ്റെ ബാക്കി നോക്കാം. ഇതിനെന്താണ്? The nature of solute and the temperature are two factors that influence solubility. ലീനത്തിന്റെ സ്വഭാവം, താപനില എന്നിവ ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? നാച്ചർ ഓഫ് സൊല്യൂട്ടും ആൻഡ് ദ ടെമ്പറേച്ചർ. നാച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് ദ ടെമ്പറേച്ചർ ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് സോല്യൂബിലിറ്റി. ലീനത്തിന്റെ സ്വഭാവം, താപനില എന്നിവ ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നോക്കൂ, ഒബ്സർവ് ദ സോല്യൂബിലിറ്റി ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് അറ്റ് 30°C. ടേബിളിൽ തന്നിരിക്കുകയാണ്. 30°C താപനിലയിൽ ചില പദാർത്ഥങ്ങളുടെ ലേയത്വം പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ആദ്യത്തേത് സാൾട്ട് സോല്യൂബിലിറ്റി. സോഡിയം ക്ലോറൈഡ് 100 ഗ്രാമിലാണ്. അതിൻ്റെ സോല്യൂബിലിറ്റി എത്രയാണ്? 36.1 ആണ്. സോഡിയം ക്ലോറൈഡിൻ്റെ 36.1 ആണ് ലേയത്വം എന്ന് പറയുന്നത്. പൊട്ടാസ്യം നൈട്രേറ്റ് ആണെങ്കിൽ എത്ര? 48. പൊട്ടാസ്യം നൈട്രേറ്റ് 48. പൊട്ടാസ്യം ക്ലോറൈഡ് 37.2. കോപ്പർ സൾഫേറ്റ് 37.8. സോഡിയം നൈട്രേറ്റ് സോല്യൂബിലിറ്റി എത്രയാണ്? സോഡിയം നൈട്രേറ്റ് 87.6. കാൽസ്യം ക്ലോറൈഡ് 100. കാൽസ്യം സൾഫേറ്റ് 0.264. അമോണിയം ക്ലോറൈഡ് 41.4 ആണ്. നോക്കാം, അടുത്തത് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫാണ്. ഒരു സൈഡിൽ ഏതാണ് തന്നിരിക്കുന്നത്? സോല്യൂബിലിറ്റി 100 ഗ്രാമിൻ്റെ സോല്യൂബിലിറ്റി. പിന്നെ എന്താണ്? ഇപ്പുറം ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഓയിൽ സോല്യൂബിലിറ്റി, എക്സിൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. നോക്കൂ, അതിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ഈ ഗ്രാഫിൽ നോക്കുമ്പോഴത്തേക്ക് കാണാം. പൊട്ടാസ്യം നൈട്രേറ്റ്, പിന്നെ എന്തോന്നാണ്? പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, അത് രണ്ടും ഒരേ രീതിയിലേക്ക് വരുന്നുണ്ട്. അതിനൊക്കെ പൊട്ടാസ്യം, കാൽസ്യം സൾഫേറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞു വരുന്നത് ഏതാണ്? കാൽസ്യം സൾഫേറ്റ് ആണ് ഏറ്റവും കുറഞ്ഞു വരുന്നത്. ഗ്രോയിങ് ക്രിസ്റ്റൽ. Let's do the following activity. What is the amount of copper sulfate needed to prepare 100 gram to its saturated solution at 30°C? Find out from table നിന്ന് കണ്ടുപിടിക്കാനാണ്. 30°C താപനിലയിൽ 100 ഗ്രാം ജലത്തിൽ കോപ്പർ സൾഫേറ്റിന്റെ പൂരിത ലായനി തയ്യാറാക്കാൻ എത്ര ഗ്രാം കോപ്പർ സൾഫേറ്റ് വേണ്ടിവരും? എവിടെയാണ് കോപ്പർ സൾഫേറ്റ്? നമ്മൾ എത്ര വേണ്ടിവരും? 25 ml ജലത്തിൽ കോപ്പർ സൾഫേറ്റിന്റെ പൂരിത ലായനി തയ്യാറാക്കുക. ഈ ലായനി ചൂടാക്കി കൂടുതൽ ലീനം ചേർത്ത് അതിപൂരിത ലായനി ഉണ്ടാക്കുക. ലായനി സാധാരണ താപനിലയിലേക്ക് തണുപ്പിക്കുക. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം കോപ്പർ സൾഫേറ്റ് ഒരു നൂലിൽ കെട്ടി ചിത്രത്തിൽ കാണുന്നത് പോലെ ലായനിയിൽ തൂക്കിയിടുക. കോപ്പർ സൾഫേറ്റിന്റെ ചെറിയ പരൽ എടുക്കാൻ ശ്രമിക്കുക. അല്പസമയത്തിന് ശേഷം എന്ത് മാറ്റമാണ് കാണുന്നത്? ഒരു ദിവസത്തിന് ശേഷം നിരീക്ഷിക്കുക. എന്ത് മാറ്റമാണ് ഉണ്ടായത്? നിരീക്ഷണം കുറിച്ചു വയ്ക്കുക. അതിപൂരിത ലായനിയിൽ ലീനത്തിന്റെ ഒരു ക്രിസ്റ്റൽ ഇട്ടാൽ കൂടുതലായി ലയിച്ച ലീനം ചെറിയ ക്രിസ്റ്റലുകളായി അവക്ഷിപ്തപ്പെടുന്നതായി കാണാം. ക്രിസ്റ്റൽ വളർന്ന് വലുതാകുന്നതായും കാണാം. എന്തായിരിക്കും കാരണം? ഇതേ പരീക്ഷണം മറ്റൊരു ലവണത്തിന്റെ പൂരിത ലായനി ഉപയോഗിച്ച് ചെയ്തു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പ്രിപ്പയർ 25 ml of saturated solution of copper sulfate. Heat this solution and prepare a supersaturated solution by adding more amounts of solute. Cool this solution gradually to normal temperature. Hang a small crystal of copper sulfate in the solution. Show in the figure. ഇത് കൊടുത്തിരിക്കുന്ന പോലെ അതുപോലെ എന്തോന്നാണ് ഹാങ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് ഹാങ് ചെയ്തിടാൻ പറഞ്ഞിരിക്കുകയാണ്. മേക്ക് to select a small crystal of copper sulfate. What changes to observe? എന്ത് ചേഞ്ച് ആണ് ഉണ്ടാകുന്നതെന്ന്? when a
solute crystal is placed in a supersaturated solution, the excess of the solute crystal are small crystals. The crystal can be grow as well. What would the reason? എന്താണ് സംഭവിക്കുന്നത്? എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത്? അതിപൂരിത ലായനിയിൽ ലീനത്തിന്റെ ഒരു ക്രിസ്റ്റൽ ഇട്ടാൽ കൂടുതലായി ലയിച്ച ലീനം ചെറിയ ക്രിസ്റ്റലുകളായി അവക്ഷിപ്തപ്പെടുന്നു. ആ ക്രിസ്റ്റൽ വളർന്നു വലുതാവുന്നതായി കാണാൻ കഴിയും. ഓക്കെ, എന്താണ് കാരണം? When we observe after few days, we can see that the size of copper sulfate crystal became larger. കുറച്ചു ദിവസം നമ്മൾ ഇത് നിരീക്ഷിച്ചാൽ ആ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ എന്തോന്നായി വലുതായി വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. When a solute crystal is placed in a supersaturated solution, the excess of the solute crystallize are small crystals. The crystal can be seen to grow as well. അപ്പോൾ അതിപൂരിത ലായനിയിൽ ലീനത്തിന്റെ ഒരു ക്രിസ്റ്റൽ ഇട്ടാൽ കൂടുതലായി ലയിച്ച ലീനം ചെറിയ ക്രിസ്റ്റലുകളായി അവക്ഷിപ്തപ്പെടുന്നു. ക്രിസ്റ്റൽ വളർന്ന് വലുതാകുന്നതായും കാണാൻ കഴിയും. എന്താണ് റീസൺ? ലാർജ് സൈസ് ഓഫ് ദ ക്രിസ്റ്റൽ ഈസ് ഡ്യൂ ടു ദ എക്സസ് സൊല്യൂട്ട് ഇൻ ദ സൊല്യൂഷൻ വിൽ സ്റ്റിക്ക് ഓൺ ദ സർഫസ് ഓഫ് ദ ക്രിസ്റ്റൽ ആൻഡ് ഫ്രം എ ലാർജ് സൈസ്. എന്താണ് കാരണം? ആ ക്രിസ്റ്റലിന്റെ വലിപ്പം വർദ്ധിക്കുന്നതിന് കാരണം അധികമായി വെച്ചിരിക്കുന്ന ലീനം പരലിൽ പറ്റിപ്പിടിക്കുന്നതാണ്. ഓക്കെ, അതാണ് അതിന് ഒരു റീസൺ. ഇനി നമുക്ക് അതിൽ ഈ കൊടുത്തിരിക്കുന്നത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴോട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കാം. വിച്ച് സബ്സ്റ്റൻസസ് ഷോസ് മാക്സിമം ഇൻക്രീസ് ഇൻ സോല്യൂബിലിറ്റി ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്? താപനില കൂടുമ്പോൾ ലയത്വം ഏറ്റവും കൂടുന്ന പദാർത്ഥം ഏതാണ്? ഏതാണ് താപനില കൂടുമ്പോൾ ലയത്വം കൂടുന്നത്? നോക്കാം, ഗ്രാഫിലെ ഈ ചാർട്ടിൽ നോക്കാം. താപനില കൂടുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുന്നത് നമുക്ക് ഗ്രാഫ് നോക്കിയാൽ ക്ലിയർ ആയിട്ട് അറിയാം. ഏതാണ്? താപനില കൂടുന്നതനുസരിച്ച് ഏറ്റവും കൂടുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് തന്നെയല്ലോ. പൊട്ടാസ്യം നൈട്രേറ്റ്. ആൻസർ പൊട്ടാസ്യം നൈട്രേറ്റ്. അടുത്ത്, വിച്ച് സാൾട്സ് ഹാവ് ദ സെയിം സോല്യൂബിലിറ്റി അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 400 ഡിഗ്രി സെൽഷ്യസ്? 40 ഡിഗ്രി സെൽഷ്യസ് താപനില ഒരേ ലയത്വമുള്ള ലവണങ്ങൾ ഏതൊക്കെയാണ്? സോഡിയം ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും നോക്കാം. സോഡിയം ക്ലോറൈഡ് ഇതാ കിടക്കുന്നു. സോഡിയം ക്ലോറൈഡ്, ഇത് പൊട്ടാസ്യം ക്ലോറൈഡ്. രണ്ടും കൂടെ ടച്ച് ചെയ്ത് 40-എത്തുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ടച്ച് ചെയ്ത് പറഞ്ഞുകൊണ്ട് കേട്ടോ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? സോഡിയം ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം ക്ലോറൈഡ്. അടുത്ത് നോക്കാം. അടുത്ത ഏതാണ് ക്വസ്റ്റ്യൻ? വിച്ച് സബ്സ്റ്റൻസസ് ഷോ എ ഡിഗ്രീസ് ഇൻ സോല്യൂബിലിറ്റി വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ? താപനില കൂടുമ്പോൾ ലയത്വം സോല്യൂബിലിറ്റി കുറയുന്ന പദാർത്ഥം ഏതാണ്? ഗ്രാഫ് നോക്കുമ്പോഴത്തേക്കറിയാം. ഏതാണ്? കാൽസ്യം സൾഫേറ്റ് അല്ലേ? കുറയുന്ന പദാർത്ഥം ഏതാണ്? കാൽസ്യം സൾഫേറ്റ്. അടുത്ത, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് കോപ്പർ സൾഫേറ്റ് നീഡ് ടു പ്രിപ്പയർ 100 gram ഓഫ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ്? കോപ്പർ സൾഫേറ്റിന്റെ എത്രയാണ്? നമ്മൾ നേരത്തെ നോക്കി. 37. കോപ്പർ സൾഫേറ്റ് എത്രയാണ്? 37.8 ആണ് സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്. 100 ഗ്രാമിൽ കോപ്പർ സൾഫേറ്റിന്റെ ലയത്വം എന്ന് പറയുന്നത് സോല്യൂബിലിറ്റി എത്രയാണ്? 37.8. ഓക്കെ, ആ 4 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ? നോക്കാം ഏതൊക്കെയെന്ന്. വിച്ച് സബ്സ്റ്റൻസസ് ഷോസ് മാക്സിമം ഇൻക്രീസ് ഇൻ സോല്യൂബിലിറ്റി ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്? പൊട്ടാസ്യം നൈട്രേറ്റ്. വിച്ച് സാൾട്സ് ഹാവ് ദ സെയിം സോല്യൂബിലിറ്റി അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 40 ഡിഗ്രി സെൽഷ്യസ്? ഏതൊക്കെയാണ്? സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും ആണ് വരുന്നത്. വിച്ച് സബ്സ്റ്റൻസസ് ഷോ എ ഡിഗ്രീസ് ഇൻ സോല്യൂബിലിറ്റി വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ? ഏതാണ് പറഞ്ഞത്? കാൽസ്യം സൾഫേറ്റ്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് കോപ്പർ സൾഫേറ്റ് നീഡഡ് ടു പ്രിപ്പയർ 100 gram ഓഫ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ്? 37.84. ഓക്കെ, അടുത്ത് നോക്കൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് മിക്സ്ചേഴ്സ്. മിശ്രിതങ്ങളുടെ വർഗീകരണമാണ് പഠിക്കാനുള്ളത്. ആൾ സൊല്യൂഷൻസ് ആർ മിക്സ്ചേഴ്സ്. സ്റ്റിൽ ഡു ആൾ മിക്സ്ചേഴ്സ് എക്സിബിറ്റ് ദ സെയിം നാച്ചർ? ലായനികളെല്ലാം മിശ്രിതങ്ങളാണല്ലോ.
എങ്കിൽ എല്ലാ മിശ്രിതങ്ങളും ഒരേ സ്വഭാവമുള്ളതാണോ? ആണോ? നോ, അല്ല. ഇഫ് ദ കോമ്പോസിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഈസ് ദ സെയിം ത്രൂ ഔട്ട് ദ മിക്സ്ചർ, ഇറ്റ് ഈസ് നോൺ ആസ് ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു. വാട്ട് ഈസ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്? If the composition of the constituents is the same throughout the mixture, it is known as homogeneous mixture. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ എന്തോന്ന് പറയും? ഏകാത്മക മിശ്രിതം എന്ന് പറയും. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയും. All solutions are homogeneous mixtures. Example, sugar solution, salt solution, air ornamental gold. ഇതൊക്കെ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. അതൊക്കെയാണ് എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്. ഉദാഹരണത്തിന് ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, വായു, ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം, ഇതൊക്കെ എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. The components of such mixtures cannot be seen separately with the naked eye. ഇത്തരം മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയില്ല. അപ്പോൾ the components of such mixtures cannot be separated with the naked eye. If the components in a mixture are not distributed uniformly, it is known as heterogeneous mixtures. എന്താണ് heterogeneous mixtures or ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ ഭിന്നാത്മക മിശ്രിതം ഓർ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയും. If the components, എന്താണ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? If the components in a mixture are not distributed uniformly, it is known as heterogeneous mixtures. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല ചേർന്നിരിക്കുന്നെങ്കിൽ അവയെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയും. എക്സാമ്പിൾ ഏതൊക്കെ പറയാം? മിക്സ്ചർ ഓഫ് സാൾട്ട് ആൻഡ് സാൻഡ്, മഡി വാട്ടർ. Mixture of salt and sand, muddy water, a mixture of water and kerosene. ഏതൊക്കെ പറയാം? ഉപ്പും ഏതൊക്കെ പറയാം? A mixture of salt and sand, muddy water, a mixture of water and kerosene. ഉപ്പും മണലും ചെളിവെള്ളം, മണ്ണെണ്ണയും വെള്ളവും ചേർന്ന മിശ്രിതം. ഇവയിൽ ഘടകങ്ങളെ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയും. Here the components can be seen separately with naked eyes. മറ്റതിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ഇതിലെ ഹോമോജീനിയസ് മിക്സ്ചേഴ്സിൽ the components such mixtures cannot be seen, but ഇതിൽ can be seen. ഓക്കെ, അടുത്ത് നോക്കാം. ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് സസ്പെൻഷൻ. യഥാർത്ഥ ലായനി, കൊളോയിഡ് സസ്പെൻഷൻ, അതെന്താണെന്ന് നോക്കാം. Do an experiment. ഒരു എക്സ്പെരിമെന്റ് ആണ്. Take an equal amounts of water in 3 separate beakers. Add copper sulfate crystals in the first, milk in the second, and chalk powder in the third beaker. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 3 ബീക്കറുകളിലായി ഒരേ അളവിൽ ജലം എടുക്കുക. ഒന്നാമത്തേതിൽ കോപ്പർ സൾഫേറ്റ് തരികളും, രണ്ടാമത്തേതിൽ പാലും, മൂന്നാമത്തേതിൽ ചോക്ക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. കേട്ടോ, 3 ബീക്കേഴ്സിന്റെ പടം കൊടുത്തിരിക്കുന്നത് കണ്ട? ബീക്കർ 1 കോപ്പർ സൾഫേറ്റ് പ്ലസ് വാട്ടർ, ബീക്കർ 2 മിൽക്ക് പ്ലസ് വാട്ടർ, ബീക്കർ 3 ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ. കണ്ടല്ലോ. എന്നിട്ട് എന്ത് പറഞ്ഞിരിക്കുന്നത്? സ്റ്റിർ ദം വെൽ, നല്ലോണം ഇളക്കുക. കീപ് ദ ബീക്കേഴ്സ് അൺഡിസ്റ്റർബ്ഡ് ഫോർ സം ടൈം. ബീക്കറുകൾ അല്പസമയം അനക്കാതെ വയ്ക്കുക. In which of these beakers did the substance settle down? ഇതിലേതായിരിക്കും എന്താണ് സെറ്റിൽ ആയിട്ടിരിക്കുന്നതെന്ന് നോക്കാനാണ്. Stir it and pass an intense beam of light through the sides of the 3 beakers.
ഒന്നുകൂടി ഇളക്കിയ ശേഷം 3 ബീക്കറുകളിലെ വശങ്ങളിലൂടെ ശക്തമായ പ്രകാശ ബീം കടത്തിവിടുക. ടിക്ക് യുവർ ഒബ്സർവേഷൻ ഇൻ ടേബിൾ. ആ ടേബിളിൽ എന്താണ് നിങ്ങൾ കണ്ടെത്തിയെന്നുള്ളത് ഒബ്സർവ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിൽറ്റർ ദ 3 മിക്സ്ചേഴ്സ് യൂസിങ് എ ഫിൽറ്റർ പേപ്പർ. എന്നിട്ട് എന്തോന്നാണ്, ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നോക്കാം. ആദ്യത്തെ എന്തോന്നാണ് പറയുന്നത്, ഒബ്സർവേഷൻ, ബീക്കർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. പാത്ത് ഓഫ് ദ ബീം ക്യാൻ ബി ഒബ്സർവ്ഡ്. പ്രകാശപാത കാണാൻ സാധിക്കുന്നത് ഏതിലായിരിക്കും? പ്രകാശത്തെ കാണാൻ പറ്റുന്നത് സെക്കൻഡ് ബീക്കറിലായിരിക്കും അല്ലേ. ബീക്കർ 2 ഏതൊക്കെയായിരുന്നു? മിൽക്ക് പ്ലസ് വാട്ടർ അല്ലേ. ബീക്കർ 2 എന്ന് പറയുന്നത് മിൽക്ക് പ്ലസ് വാട്ടർ. അടുത്ത് ചോദിച്ചിരിക്കുന്നത് പാർട്ടിക്കിൾസ് ക്യാൻ ബി ഒബ്സർവ്ഡ്. കണികകൾ കാണാൻ കഴിയുന്നത് ഏതാണ്? ഏതിലായിരിക്കും? ബീക്കർ 3. ബീക്കർ 3 ഏതായിരുന്നു? ചോക്ക് പൗഡറും ചോക്കുപൊടി പ്ലസ് വാട്ടർ, അതിലായിരിക്കും കാണുന്നത്. ഓക്കെ, ആദ്യത്തെ പ്രകാശപാത കാണാൻ സാധിക്കുന്നത് ബീക്കർ 2, കണികകൾ കാണാൻ കഴിയുന്നത് ബീക്കർ 3. അടുത്ത് നോക്കാം. ബീക്കർ 1 കണ്ടെയ്ൻസ് എ ട്രൂ സൊല്യൂഷൻ. ബീക്കർ 1 എന്ന് പറയുന്നത് എന്തോന്ന് സൊല്യൂഷൻ ആണ്? ട്രൂ സൊല്യൂഷൻ ആണ്. ബീക്കർ 2 കണ്ടെയ്ൻസ് എ കൊളോയിഡ്. ബീക്കർ 2 എന്താണ്? കൊളോയിഡ്. ബീക്കർ 3 കണ്ടെയ്ൻസ് സസ്പെൻഷൻ. ബീക്കർ 3 എന്താണ്? സസ്പെൻഷൻ. ടാബ്ലറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് മിക്സ്ചേഴ്സ് യു ഹാവ് ഒബ്സർവ്ഡ്. ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനാണ്. ആദ്യം ഫിൽറ്ററിങ് യൂസിങ് എ ഫിൽറ്റർ പേപ്പർ. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുക. അപ്പൊ എന്താണ് സൊല്യൂഷനിൽ എന്ത് സംഭവിക്കും? പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ആ ഫിൽട്രേഷൻ വഴി പാർട്ടിക്കിൾസിനെ നമുക്ക് വേർതിരിക്കാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. അത് സൊല്യൂഷന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ കൊളോയിഡ്സിൽ വരുമ്പോഴത്തേക്ക് രണ്ടാമത്തത് എന്തോന്നാണ്? പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ഇതിലും അതുപോലെ തന്നെ പാർട്ടിക്കിൾസിനെ ഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. മൂന്നാമത്തത് സസ്പെൻഷനിലാണെന്ന് പറഞ്ഞു. അതിലെന്തോന്നാണ്? പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. അരിക്കുമ്പോഴത്തേക്ക് ഘടകങ്ങളെ നമുക്ക് വേർതിരിക്കാൻ കഴിയും. മൂന്നാമത്തെ ബീക്കറിൽ നമ്മൾ എന്തായിരുന്നു എടുത്തത്? ചോക്കുപൊടി. അടുത്ത രണ്ടാമത്തത് പാസിംഗ് ആൻഡ് ഇന്റൻസ് ബീം ഓഫ് ലൈറ്റ്. ശക്തമായ പ്രകാശം കടത്തി വിടുമ്പോഴത്തേക്ക് സൊല്യൂഷനിലാണെങ്കിൽ എന്തോന്ന് സംഭവിക്കും? പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് നോട്ട് വിസിബിൾ. ലൈറ്റിന്റെ പ്രകാശം നമുക്ക് അതിൽ കൂടെ കാണാൻ കഴിയില്ല. പ്രകാശത്തിന്റെ പാത നമുക്ക് ദൃശ്യമാവില്ല. എന്നാൽ രണ്ടാമത്തെ കൊളോയിഡിലാണെങ്കിൽ എന്തോന്നാണ്? പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് വിസിബിൾ. നമുക്ക് അത് കാണാൻ കഴിയും. ലൈറ്റ് പ്രകാശം കടന്നു പോകുന്നത് കാണാൻ പറ്റും. അടുത്ത മൂന്നാമത്തെ സസ്പെൻഷനിലാണെങ്കിലോ ലൈറ്റ് കനോട്ട് ബി കണ്ടക്ട്. പ്രകാശത്തെ കടത്തി വിടുന്നില്ല. മനസ്സിലായോ? അടുത്ത മൂന്നാമത് എന്തോന്നാണ്? കീപ് ഇറ്റ് അൺഡിസ്റ്റർബ്ഡ്. അനക്കാതെ വച്ചിരുന്നാൽ എന്ത് സംഭവിക്കും? പാർട്ടിക്കിൾസ് കനോട്ട് സെറ്റിൽഡ് ഡൗൺ. പദാർത്ഥം അടിയുന്നില്ല. ഇവിടെയാണെങ്കിലോ കൊളോയിഡിലും പാർട്ടിക്കിൾസ് കനോട്ട് സെറ്റിൽഡ് ഡൗൺ. പാർട്ടിക്കിൾസ് അടിയുന്നില്ല. സസ്പെൻഷനിലാണെങ്കിൽ എന്തോന്ന്? പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ. പദാർത്ഥം അടിയുന്നു. അപ്പൊ നമ്മൾ 3 ബീക്കറിൽ ഒന്ന് സൊല്യൂഷൻ ആയിരുന്നു, ഒന്ന് കൊളൈഡ് ആയിരുന്നു, ഒന്ന് സസ്പെൻഷൻ ആയിരുന്നു. സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ എടുത്ത ബീക്കറിൽ എന്തായിരുന്നു എടുത്തത്? കോപ്പർ സൾഫേറ്റും വാട്ടറും ആയിരുന്നു. രണ്ടാമത്തതിൽ മിൽക്കും വാട്ടറും ആയിരുന്നു. മൂന്നാമത്തത് ചോക്ക് പൗഡറും വാട്ടറും ആയിരുന്നു. ആദ്യം ഇതെന്തായിരുന്നു? സൊല്യൂഷൻ, ട്രൂ സൊല്യൂഷൻ. രണ്ടാമത്തത് കൊളോയിഡ് ആയിരുന്നു. മൂന്നാമത്തത് സസ്പെൻഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഓരോന്നിന്റെ പ്രത്യേകതകൾ മനസ്സിലായോ? എന്താണ് സൊല്യൂഷൻ? പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് നോട്ട് വിസിബിൾ. പാർട്ടിക്കിൾസ് കനോട്ട് സെറ്റിൽ ഡൗൺ. ഇത് സൊല്യൂഷനിൽ പറഞ്ഞ. കൊളോയിഡിൽ പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് വിസിബിൾ. പാർട്ടിക്കിൾസ് കനോട്ട് സെറ്റിൽ ഡൗൺ. കൊളോയിഡ്. സസ്പെൻഷനിലോ പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ലൈറ്റ് കനോട്ട് ബി കണ്ടക്ട്. പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ. മനസ്സിലായോ? അപ്പൊ ലൈനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടകങ്ങൾ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല. പ്രകാശത്തിന്റെ പാത ദൃശ്യമല്ല. പദാർത്ഥം അടിയുന്നില്ല. കൊളോയിഡ് ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല. പ്രകാശത്തിന്റെ പാത ദൃശ്യമാണ്. പദാർത്ഥം അടിയുന്നില്ല. സസ്പെൻഷൻ പദാർത്ഥങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയും. പ്രകാശത്തെ കടത്തിവിടുന്നില്ല. പദാർത്ഥം അടിയുന്നു.
ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് 3 മിശ്രിതങ്ങളും അരിച്ചു നോക്കാനാണ്. ബീക്കർ 1ലേത് ഒരു യഥാർത്ഥ ലായനിയാണ്. ബീക്കർ 2ലേത് ഒരു കൊളോയിഡാണ്. ബീക്കർ 3ലേത് ഒരു സസ്പെൻഷൻ ആണെന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അടുത്തത് നോക്ക്. ദ ഡിഫറൻസ് ഒബ്സർവ്ഡ് ഇൻ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് പ്രസന്റ് ഇൻ ദ. നിരീക്ഷണങ്ങളിലെ വ്യത്യാസത്തിന് കാരണം അതിലെ കണികകളുടെ വലിപ്പത്തിലുള്ള വ്യത്യാസമാണ്. വിച്ച് മിക്സ്ചർ ഇൻ ദീസ് ബീക്കേഴ്സ് ഹാസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ സൈസ്? ഏത് ബീക്കറിലെ മിശ്രിതത്തിലാണ് കണികകളുടെ വലിപ്പം ഏറ്റവും കുറവ്? ഏത് ബീക്കറിലായിരുന്നു? The solution of the copper sulfate and water contains the smallest particles. ഏതിലായിരുന്നു? കോപ്പർ സൾഫേറ്റിന്റെയും ജലത്തിന്റെയും ലായനിയിലാണ് കണികകളുടെ വലിപ്പം ഏറ്റവും കുറവായിരുന്നത്. അടുത്ത്, ഹൗ വാസ് ദിസ് ഐഡന്റിഫൈഡ്? എങ്ങനെയാണ് ഇത് തിരിച്ചറിഞ്ഞത്? പാർട്ടിക്കിൾസ് ഓഫ് ദ സൊല്യൂഷൻ കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐ. ഈ ലായനിയിലെ കണികകളെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. വിച്ച് മിക്സ്ചർ ഹാസ് ദ ബിഗസ്റ്റ് പാർട്ടിക്കിൾ സൈസ്? ഏത് ബീക്കറിലെ മിശ്രിതത്തിലാണ് കണികളുടെ വലുപ്പം ഏറ്റവും കൂടിയിരിക്കുന്നത്? The size of the solute particles present in the solution is so small that it cannot be seen with the naked eye. വിച്ച് മിക്സ്ചർ ഹാസ് ദ ബിഗസ്റ്റ് പാർട്ടിക്കിൾ സൈസ്? ഏത് മിക്സ്ചറിലായിരുന്നു? ലാസ്റ്റ് വന്ന ചോക്ക് പൗഡർ പ്ലസ് വാട്ടർ ചേർന്ന് വന്ന മിശ്രിതത്തിലായിരുന്നു. നോക്കാം അടുത്ത്. ദ സൈസ് ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് പ്രസന്റ് ഇൻ എ സൊല്യൂഷൻ ഈസ് സോ സ്മാൾ ദാറ്റ് ഇഫ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐ. സിൻസ് ദീസ് പാർട്ടിക്കിൾസ് ആർ വെരി മൈന്യൂട്ട് ദേ കനോട്ട് സ്കാറ്റർ എ ബീം ലൈറ്റ്. ഹെൻസ് ദ പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് നോട്ട് വിസിബിൾ. അപ്പോൾ ലായനികളിൽ ലീന കണികകളുടെ വലിപ്പം വളരെ കുറവായതിനാലാണ് കണികകൾ നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്. അതിൻ്റെ കണികളുടെ പാർട്ടിക്കിൾസിൻ്റെ സ്മോൾ സൈസ് ആയതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കണ്ണു കൊണ്ട് കാണാൻ പറ്റാത്തത്. ഇവയിലെ കണികകൾ അതിസൂക്ഷ്മങ്ങളായതിനാൽ അവയ്ക്ക് പ്രകാശത്തെ വിസരിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പ്രകാശപാത കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് നോട്ട് വിസിബിൾ. എന്താണ്? The particles are very minute. They cannot scatter beam of light. In the case of colloid, the solute particle size is comparatively bigger. കൊളോയിഡിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ്? അതിൻ്റെ പാർട്ടിക്കിൾസ് അല്പം കൂടെ ആദ്യത്തേതിനേക്കാളും കുറച്ചുകൂടെ വലിയ കണികകളാണ്. ഹെൻസ് ദേ സ്കാറ്റർ എ ബീം ഓഫ് ലൈറ്റ്, ദസ് മേക്ക് ദ പാത്ത് ഓഫ് ദ ബീം വിസിബിൾ. അപ്പോഴെന്താണ്? പ്രകാശത്തെ അത് കടത്തിവിടുന്നു. അപ്പോൾ കൊളോയിഡുകളിൽ അല്പം കൂടി വലിയ ലീനം കണികകളാണ് ഉള്ളത്. അതിനാൽ ഈ കണികകൾ പ്രകാശത്തെ വിസരിപ്പിക്കുകയും പ്രകാശപാത ദൃശ്യമാക്കുകയും ചെയ്യുന്നു. Functions are big enough to be seen with the naked eye. The light falling on in reflected almost comparatively. അപ്പോൾ സസ്പെൻഷനിൽ വരുമ്പോഴത്തേക്ക് എന്താണ്? കുറച്ചുകൂടെ പാർട്ടിക്കിൾസ് വലുതാണ്. അതുകൊണ്ട് തന്നെ പ്രകാശം കടന്നു പോകുന്നത് നമുക്ക് നല്ലോണം കാണാൻ കഴിയും. ഓക്കെ, അടുത്ത നോക്ക്. ഗ്രാജുവലി സെറ്റിൽ ഡൗൺ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. സസ്പെൻഷനുകളിലാവട്ടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അത്രയും വലിപ്പമുള്ളവയാണ് അതിലെ കണികകൾ. അവയിൽ പതിക്കുന്ന പ്രകാശം ഒട്ടേറെ പ്രതിപതിക്കുകയാണ് ചെയ്യുന്നത്. ഗുരുത്വാകർഷണം കാരണം അവ ക്രമേണ അടിയുകയും ചെയ്യുന്നു. അപ്പോൾ കണികകൾ വലുതായതുകൊണ്ട് നമുക്ക് അവയെ കാണാൻ പറ്റുകയും പ്രകാശത്തെ വിസരിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്താണ്? ആ ഗുരുത്വാകർഷണം കൊണ്ട് ഈ കണികകൾ നേരെ താഴെ വന്ന് അടിയുകയും ചെയ്യുന്നു. ഇവാലുവേറ്റ് ദ ഫോളോയിങ് മിക്സ്ചേഴ്സ്. കുറച്ച് മിക്സ്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിനെ തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇങ്ക്, മഡി വാട്ടർ, ഫോഗ്, അറ്റ്മോസ്ഫിയറിക് എയർ, മിൽക്ക്, ഷുഗർ സൊല്യൂഷൻ, ഡയലൂട്ട് റൈസ് വാട്ടർ. ക്ലാസിഫൈ ദം ഇൻടു ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ. ഇവയെ യഥാർത്ഥ ലായനി, കൊളോയിഡ്, സസ്പെൻഷൻ എന്നിങ്ങനെ തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
ട്രൂ സൊല്യൂഷനിൽ ഏതൊക്കെ വരും? ഷുഗർ സൊല്യൂഷൻ. കൊളോയിഡിൽ ഏതൊക്കെ വരും? ഇങ്ക്, മിൽക്ക്, ഫോഗ്, ഡയലൂട്ട്, റൈസ് വാട്ടർ. സസ്പെൻഷനിൽ മഡി വാട്ടർ. ലായനിയിൽ ഏതാണ് വരുന്നത്? പഞ്ചസാര ലായനി. കൊളോയിഡിൽ പാൽ, മഷി, മൂടൽ മഞ്ഞ്, നേർത്ത കഞ്ഞിവെള്ളം. സസ്പെൻഷനിൽ ചെളിവെള്ളം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.